വിമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാവേരി നദിക്ക് കുറുകെ കിട്ടിയ സ്റ്റാൻലി അണക്കെട്ട് ഹിൽസ മത്സ്യങ്ങളെ തുടച്ചു നീക്കുകയുണ്ടായി. കടലിൽ നിന്ന് മുട്ടയിടാനായി ശുദ്ധജലം തേടിയെത്തുന്ന മത്സ്യങ്ങളാണ് ഹിൽസ. ഇത് കാരണം 10,000-ഓളം മുക്കുവ കുടുംബങ്ങളുടെ ജീവിതോപാധിയാണ് ഇല്ലാതായത്. പരിസ്ഥിതിയുടെ സന്തുലനം തകർക്കുന്ന വികസനങ്ങളൊന്നും തന്നെ സുസ്ഥിരമായിരിക്കുകയില്ല. സുസ്ഥിര വികസന ആശയങ്ങൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജഡ്ജസ് ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീ R ഹേലി, കൂടാതെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ. നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിനെ. മൂത്തേടത്തു നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡെയ്സി മത്തായി, വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ കാരാപ്പുറം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ OP മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ AP അബ്ദുറഹ്മാൻ, കൂടാതെ സെക്രട്ടറി ശ്രീ C സേതുമാധവൻ. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂത്തേടം പഞ്ചായത്തിനെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെ പ്രത്യേകതകളാണ്? 48 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 14 വാർഡുകളും 22,088 ജനസംഖ്യയും ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ സാധാരണക്കാരായ ധാരാളം ആൾക്കാരുള്ള 70%-ലധികം കൃഷിക്കാർ ഉള്ളൊരു മേഖലയാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നമുക്ക് മൂത്തേടത്തിന്റെ നാട്ടുവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് മൂത്തേടം. 3 വശം പുഴയാലും ഒരു വശം വനത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ഏകദേശം 70%-ലധികം പേരും കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ മിക്കവരും ക്ഷീര കർഷകർ കൂടിയാണ്. ഇവിടെ 9 ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട് എന്നത് ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? സുസ്ഥിര ഗ്രാമ വികസനത്തിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ അതിൻ്റെ അനുബന്ധ മേഖലയായ ക്ഷീരവികസനവും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്കതായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പരിരക്ഷാ പദ്ധതി. പരിരക്ഷ അത് നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അതുപോലെ തന്നെ നമ്മൾ നടപ്പാക്കിയൊരു പദ്ധതിയാണ് ആശ്രയ പദ്ധതി. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന മേഖലയിലും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പദ്ധതികൾ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഇവയൊക്കെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന ദൃശ്യങ്ങളിലേക്ക്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആദിവാസി മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ്. ഇവിടെ മൊത്തം 21 കോളനികളിലായി 176 ആദിവാസി കുടുംബങ്ങൾ അധിവസിക്കുന്നു.
മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ഉച്ചകുളം കാട്ടുനായ്ക്ക കോളനിയാണിത്. ഈ കോളനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. കരിഞ്ചേട്ടാ, എത്ര കുടുംബങ്ങളാണ് ചേട്ടാ ഇവിടെയുള്ള? 24 കുടുംബങ്ങൾ. എല്ലാവർക്കും വീടുണ്ടോ? 10 വീട് പുതിയതൊന്ന് കോൺക്രീറ്റ് വീടാ എല്ലാവർക്കും? ഓട്. ചേട്ടൻ പുതിയ വീടൊക്കെ പോവല്ലേ? അതിനാണോ ഈ സെറ്റപ്പ് മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരെ പഞ്ചായത്താണോ ഉണ്ടാക്കിയത്? എടാ, എത്ര ഫണ്ടാ ഉള്ളത്? 1.5 ലക്ഷം. കോൺക്രീറ്റ് വീടിനാണോ? ഇവിടെ വൈദ്യുതി എത്താത്ത വീടുകളിൽ സോളാർ പാനൽ നൽകിയിരിക്കുന്നു. പിരിഞ്ഞിട്ടോ, എത്ര സോളാർ പാനൽ ചേട്ടാ ഇവിടെ ഉള്ളത്? 24 സോളാർ പാനൽ എല്ലാവർക്കും കൊടുത്തു. എത്ര വർഷമായി കൊടുത്തിട്ട്? ഇപ്പം ഒരു 15 വർഷം കഴിഞ്ഞു. എടാ, ഇവിടെ കുടിവെള്ളമൊക്കെ എങ്ങനെ കിട്ടുന്നത്? കുടിവെള്ളം കിണർ. വന്യമൃഗത്തിന്റെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ടോ? ഇങ്ങോട്ട് വരാറുണ്ടോ? വീടിന്റെ ബാക്ക് വരെ വരുന്നുണ്ട്. വരും. ഇവിടെ കുറച്ച് വാഴയൊക്കെ വെച്ചു. ആ വാഴ ആനെടുത്ത് കൊണ്ടുപോകും. കാട്ടാനെ മാത്രമേ ശല്യം? കാട്ടാനും പന്നിയുണ്ട്. പന്നി ശല്യമുണ്ട്. കാട്ടാനുണ്ട്. എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? ഇവിടെ കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയായിട്ട് നമുക്ക് വിളവെടുക്കാൻ കിട്ടുക ഈ ആന ശല്യം കൊണ്ട്. ഒരു ദിവസം പയറിട്ടുണ്ട്. അപ്പൊ ഈ പുതുക്കിനാവുമ്പോൾ ആന മഴക്കാലം ആകുമ്പോഴത്തേക്ക് അത് പറിച്ച് തീർന്നാൽ കിട്ടി, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഈ പഞ്ചായത്തിലെ ട്രൈബൽ പ്രൊമോട്ടറാണ് അനൂപ്. എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്? പ്രധാനമായിട്ട് കുടിവെള്ളം, പിന്നെ വൈദ്യുതീകരണം, അതേപോലെ വീടില്ലാത്തവർക്ക് വീട്, കക്കൂസ്, പിന്നെ കൃഷി ഭൂമിയുള്ള ആൾക്കാർക്ക് റബ്ബർ കൃഷിയിലെ ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഈ ആൾക്കാർക്ക് പെൻഷൻ പദ്ധതി കാര്യമായിട്ട് ITDP അതേപോലെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ചികിത്സ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറയൻതാങ്ങി കോളനിയിൽ 3 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്തിയുടെ വൈദ്യുതി എത്തിച്ചിരിക്കുന്നു. അമ്മ, എത്ര കാലമായി ഇവിടെ വൈദ്യുതി? 4 മാസം. 4 മാസമായി. എത്ര വീടുകൾ കിട്ടിയിട്ടുണ്ട്? പിന്നെ ഈ ഒരു വീട്ടിൽ മാത്രം. ബാക്കിയുള്ള വീടിനൊക്കെ എഴുതി പോയിക്കണം. ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി ഉച്ചക്കുളം കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയും LP സ്കൂളുമാണ് ഉള്ളത്. പഞ്ചായത്ത് എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാറുള്ളത്? എന്തൊക്കെയാണ്? പഞ്ചായത്തിൽ നിന്നാണ് അവർക്കുള്ള ഭക്ഷണം ഉള്ള പഞ്ചായത്തിൽ നിന്നാണ്. പിന്നെ അവർക്ക് ഉള്ള അവർക്ക് ഉപ്പുമാവുണ്ട്. രാവിലെ അവർ വരുമ്പോൾ 9:30 കടല വറുത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12:30 ചോറ് കൊടുക്കും. പയറും ചോറും കൂടെ പിന്നെ ശേഷം 3:30 ഉപ്പുമാവും കടലയും എല്ലാ കുട്ടികളും എല്ലാ ദിവസവും വരാറുണ്ട്? വരും. നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നവരെ എന്നാൽ മാത്രം വരും. ഫർണിച്ചറിന്റെ കാര്യത്തിൽ അതെല്ലാം നമുക്ക് എല്ലാം പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ 1-ാം ക്ലാസ്, ഇവിടെ 1 മുതൽ 4 വരെ ഇവിടെ സ്കൂളുണ്ട്. അവിടെ പോവും. പിന്നെ 4 കഴിഞ്ഞ് അവർക്ക് വെളിയന്തോട് ഹോസ്റ്റലുണ്ട്. അവിടെ പോകും. കുറേ കുട്ടികളൊക്കെ, കുറച്ച് പിള്ളേരൊക്കെ ഇതിലങ്ങനെ പോവാതെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ അംഗൻവാടി മാത്രമേ ഉള്ളൂ. വേറെ പിള്ളേരൊന്നും വന്ന് പഠിക്കില്ല? ഇല്ല, പുറത്ത് ഇവിടെയുള്ള കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. തെയ്യാരോ തെയ്യാരോ തക തക തിന്തിമി തെയ്യാരോ, തെയ്യാരോ തെയ്യാരോ തക തക തിന്തിമി തെയ്യാരോ, സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ചേകോരും ചൊല്ലുന്നുണ്ട് ചാത്തനും കഞ്ചിയും നീ. കാടുകളിൽ വന്യമൃഗങ്ങളെ ഭയന്നു ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഈ ഗ്രാമപഞ്ചായത്ത്. നമ്മളിപ്പോ കണ്ട ഈ പദ്ധതികളെ കുറിച്ച് നമ്മുടെ ജഡ്ജസിന് ഒട്ടേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കണ്ണമാഷെ, മൂത്തേടം പഞ്ചായത്തിലെ ആദിവാസികളുടെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. അതേസമയം വളരെ കുറച്ച് ആദിവാസികളെ എവിടെയുള്ളൂ അല്ലേ? 200-ൽ താഴെയുള്ള കുടുംബങ്ങളാണ് ഉള്ളത്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് സ്കൂളുകളും വീട്, മറ്റു സൗകര്യങ്ങളൊക്കെയാണ്. അതേ സമയത്ത് തന്നെ അവരെ സ്വന്തം കാലിൽ നിർത്താനായിട്ടേ ഇപ്പോൾ തൊഴിൽ പരിശീലനമോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള തൊഴിൽ വിരുതുകൾ പഠിക്കാനുള്ള സാഹചര്യം അവിടുത്തെ ചെറുപ്പക്കാർക്ക്, അവരുടെ ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാം അവർ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സഹായത്തെ മാത്രം ആശ്രയിച്ചിരുന്നാൽ മതിയോ? പോരാ. പ്രത്യേകം അവിടുത്തെ ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്. കാട് പ്രദേശങ്ങളിൽ പോകും. അവർ കാട്ടിലാണ് കൂടുതലായിട്ട്. എന്താ ചെയ്യാ അവര് ഓരോ കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരും. തേനും കാര്യങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വരും. എന്നിട്ട് കായകനികൾ ഭക്ഷിക്കും. അതെവിടെയാണ് വിൽക്കുന്നത്? അവർ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങാടി കൊണ്ടുവരും. അവർക്ക് അതിന് അനുസരിച്ചുള്ള വില, ന്യായവില വല്ലതും കിട്ടാറുണ്ട്. അതിന് വല്ല സംവിധാനം ഉണ്ടോ? അതോ അവര് തന്നെ മാർക്കറ്റിൽ എന്ത് വിലയാണ്? പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിലില്ല. ഇല്ല. അവിടെയുള്ള ലോക്കലി ഉള്ള ആൾക്കാരത് വാങ്ങിക്കും. അത് ശരി. പിന്നെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിപ്പോ എത്ര കാലമായി അതിന്ന് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ അവരുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ടോ? അതോ ഇനിയും
വരാനിരിക്കുന്നേ ഉള്ളൂ? വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ആദ്യമൊക്കെ ആ പ്രദേശങ്ങളോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ അടുത്തോട്ടൊന്നും അവർ വരത്തില്ലായിരുന്നു, നമ്മളെ സമീപിക്കത്തില്ല. ഇപ്പോഴും അവർ വന്ന് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായിട്ട് നമ്മളോട് പ്രതികരിക്കാറുണ്ട്, ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ആശാ പ്രവർത്തകർ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അംഗൻവാടിയിൽ പിന്നെ കുട്ടികൾ വന്നില്ലെങ്കിലും ടീച്ചറെ ഇങ്ങനെ വിളിക്കും, മക്കളെ വാന്ന് പറഞ്ഞ് വിളിച്ച് ഒരു അംഗൻവാടിയിൽ കൊണ്ടിരുത്തി അവർക്ക് വേണ്ടതായ ആരോഗ്യ കാര്യങ്ങൾ മുതൽ ആവശ്യമായ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അവിടുത്തെ അംഗൻവാടി ടീച്ചർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പറഞ്ഞതിൽ കേട്ടിട്ട് തോന്നുന്നത് അവരെ നന്നാക്കാൻ വരുന്നവരോട് അവർക്ക് ചെറിയൊരു ഭയമാണ് അല്ലേ? ഞങ്ങളോട് ഭയമില്ല. അല്ല, ഈ വരുന്ന മടി കാരണം ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴേ അവർ വരുന്നുള്ളൂ, അല്ലാതെ അവർ അങ്ങോട്ട് പോയി നമ്മൾ ജോലി വേണോ എന്ന് ചോദിക്കണം. എന്തോ അവർക്കൊരു വിഷമമുണ്ട്, ഇവരെന്തിനാണ് വരുന്നതെന്നുള്ളത് അവർക്ക് തന്നെ ഒരു പിടിയില്ലാത്ത മാതിരി. നാട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ്. നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ അവർ നമ്മുടെ ഇടയിലേക്ക് ഒന്ന് താമസിക്കാൻ തയ്യാറല്ല എന്നുള്ളത് മാത്രം. അവിടെ മാത്രമേ ഉള്ള വിഷയം, ഈ ആദിവാസി കോളനിയിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആദിവാസികളെല്ലാം ജനറൽ മേഖലയുമായി ടച്ച് ചെയ്ത് നല്ല രീതിയിൽ ബാക്കിയുള്ള SC/ST വിഭാഗങ്ങൾ പോകും. അല്ല, അവരുടെ മനസ്സിലുള്ള സങ്കോചം മാറ്റിയാൽ തന്നെ അത് വലിയൊരു കാര്യം ആവുന്നുള്ളതാണ്. NREG ഉപയോഗിച്ച് ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു. അതില് പിന്നെ കുളങ്ങൾ വൃത്തിയാക്കിയത് അല്ലേ? 14ഓളം തോടുകളും 16 കുളങ്ങൾ, 14 കുളങ്ങളില്ല, 14ഓളം തോടുകൾ, ഇറിഗേഷൻ കനാലുകളും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുളം കണ്ടിട്ടുണ്ടായിരുന്നു. കുളം നമ്മൾ പശ്ചിമഘട്ട വികസന പദ്ധതിയിൽ നിർമ്മിച്ചതാണ് കുളം. അതുപോലെ ജനകീയാസൂത്രണത്തിൽ നിർമ്മിച്ചാണ് വേറൊരു കുളം നമ്മൾ ബാലംകുളം എന്ന സ്ഥലത്ത് കണ്ടത്. പൊതുകുളങ്ങളോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഇനി വികസിപ്പിക്കാനൊന്നും ഇല്ലെന്നാണ്? ഇനിയും വികസിപ്പിക്കാനുണ്ട്. നമ്മൾ 14 കനാലുകളും തോടുകളുമായിട്ട് ഇപ്പൊ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ 2009-2010. ഇനി ഞാൻ പറഞ്ഞ പോലെ കുളങ്ങൾ വൃത്തിയാക്കാനുള്ളത് നമ്മുടെ ഈ കോളനിക്ക് അകത്തുള്ള ഒരു കുളമുണ്ട്. അത് കൃഷി യോഗ്യമാക്കിക്കൊണ്ട് അവിടെ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആശ്രയ പ്ലാനിൽ 97 പേർക്ക് മറ്റോ 40 ലക്ഷം രൂപ ചെലവാക്കി കാണുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണ് അതിൽ ഇത്രയധികം? നമ്മൾ ആദ്യം നമ്മുടെ പഞ്ചായത്ത് മൊത്തമായിട്ട് ADSന്റെ സാന്നിധ്യത്തിൽ വിസിറ്റിംഗ് നടത്തി ക്ലേശഘടകങ്ങളുള്ള കുടുംബങ്ങളെ കണ്ടെത്തി. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒരു വിസിറ്റ് നടത്തിയിട്ട് ആണ് ഈ 97 കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തിയത്. അതിൽ 47 വീട്ടുകാർക്ക് സ്ഥലം തന്നെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ 47 പേർക്ക് സ്ഥലവും ബാക്കി 97 പേർക്ക് വീടും, അതുപോലെ ഒരു പെൻഷനും അർഹതയില്ലാത്ത അഗതികളായ 14 പേർക്ക് പെൻഷനും, അതുപോലെ വിദ്യാഭ്യാസ സൗകര്യം, വിദ്യാഭ്യാസത്തിനുള്ള ഇൻസെന്റീവും ആ കാര്യങ്ങളൊക്കെയാണ് ആശ്രയ പദ്ധതിയിൽ ചെയ്യുന്നത്. വേറെ ആരോഗ്യ പരിരക്ഷ അങ്ങനെ മരുന്നിനുള്ള കാര്യവും വകയിരുത്തിയിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാനുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയും പഞ്ചായത്തിന്റെ ചുമതലയും തമ്മിൽ ഏകോപിപ്പിച്ച് നിങ്ങൾ പഞ്ചായത്തിലെ ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും സമഗ്രമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്? അതന്നെ ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം 4 വർഷം പൂർത്തിയായി, 4ാം ക്ലാസ് വരെ പൂർത്തിയായാലും ഇവരെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നതും, അതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലാതെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വമൊക്കെ ധനസഹായം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളവർക്ക് ക്യാഷ് മണിയായിട്ടൊക്കെ അവരുടെ പഠന സഹായം കൊടുക്കാറുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ഒരു മുൻഗണനാ പദ്ധതിയായിട്ട് വെച്ചതിൽ അഭിനന്ദനങ്ങൾ. അവിടെ 176 ആദിവാസി കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എത്ര സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്? അവരെല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ഒരു കണക്ക് ഉണ്ടോ നിങ്ങളുടെ മേഖലയിൽ? 901 കുട്ടികളുണ്ട്. 901. ഇവരെല്ലാവരും ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം സ്കൂളിലാണോ? അതെ, ആണ്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന കോളനി എന്ന് പറഞ്ഞു ഉച്ചക്കുളം അല്ലേ? അവിടുന്ന് എത്ര ദൂരം പോയാലാണ് സ്കൂളുള്ളത്? അവരുടെ 4ാം ക്ലാസ് സ്കൂളെന്ന് പറയുന്നത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്. അവിടെ എത്ര അധ്യാപകരുണ്ട്? അവിടെ ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ എങ്ങനെയായി 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്? നമുക്ക് അവരെല്ലാം സ്കൂളിൽ പോകുന്നുണ്ടെന്ന് കണക്ക് ബോധിപ്പിക്കാന്നുള്ളതല്ലാതെ അവരുടെ വിദ്യാഭ്യാസം നടക്കുമോ ഒരധ്യാപകനുണ്ടെങ്കിൽ? ഇത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഈ ഒറ്റ അധ്യാപകനെ നിയമിക്കുന്നത്? ആണോ? അതെ. അത് സപ്ലിമെന്റ് ചെയ്യാനായിട്ട് പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ 14 കുട്ടികളെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത്ര ഇതായിട്ട് കൊടുക്കാഞ്ഞത്. തീർച്ചയായിട്ടും ഒരു അധ്യാപനം കൂടെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പഞ്ചായത്തിൽ. നമ്മളിപ്പോ 4 ക്ലാസ് വരെ ഉണ്ടെങ്കിൽ 14 കുട്ടികൾ 15